യാതൊരു കഷ്ടത നൽകിടല്ലേ.
യാതൊരു സർപ്പശാപങ്ങളും യേശാതെ രക്ഷിച്ചു കൊല്ലണേ ശ്രീയനന്ദ. ശിക്ഷിച്ചിടല്ലേ നീ രക്ഷിച്ചു കൊള്ളണേ ഇക്ഷിതിയൊക്കെയും താണ്ടുപോനെ. സാക്ഷാൽ മഹാവിഷ്ണു സേവ്യനാഗമേ ശ്രീനാഗരാജ നമോ നമസ്തേ. നാഗരാജ നമോ നാഗരാജ നമോ ശ്രീനാഗരാജ നമോ നമസ്തേ. ദോഷമെല്ലാം ഒഴിഞ്ഞ് ഇന്ന് രക്ഷിക്കണം നാഗരാജാവിനെ കൈതൊഴുന്നേ. നാഗരാജ നമോ നാഗരാജ നമോ ശ്രീനാഗരാജ നമോ നമസ്തേ. ഗണങ്ങളുടെ സൽക്കഥ ചൊല്ലുവാൻ നിത്യം തുണയ്ക്കണം നാവിൽ. ദക്ഷപ്രജാപതി തന്നെ പുത്രിമാരുണ്ടായ 60 പേരെ ഇഷ്ടമായി കന്യകാമാർ 13 വീട്ടിലെ കാശ്യപൻ താനും വന്നേ. ശുശ്രൂഷയ്ക്കു തൃപ്തി കലർന്നുടൻ വിനിതയങ്കത്രും അപ്പോൾ കണ്ടു തെളിഞ്ഞത് കാശ്യപൻ തൻപതി നന്ദിച്ചു ചൊല്ലിനാരപ്പോൾ. വീണ്ടും വരങ്ങൾ കൊടുത്താൻ 2 പേർക്കും ഇണ്ടൽ കൂടാതെ വസിപ്പതിനായി. കലർന്നു ജനിക്കാവിനതയിൽ പുത്രദ്വയം അരുളി മോദാൽ. പുത്ര സഹസ്രം ജനിക്കണം കത്രിവിനു സർപ്പപ്രവേരരായി വാഴ്വതിനായി. അണ്ണമായി ഗർഭം ജനിക്കുന്നു മാമുനി കണ്ണിച്ചു ഗർഭം ധരിച്ചവർക്കാതരാൽ. 500 വത്സരം ചെന്ന നാൾ കദ്രവീനുണ്ടായി സർപ്പസഹസ്രം വന്നേ. സന്താനകാംക്ഷയാമുണ്ടാം വിനതയ്ക്ക് സന്താപമേറ്റം ഭവിച്ചു. ദുഷ്ടമതിയാളുടച്ചോരണ്ണയം അർദ്ധകൻ രൂപമായി.
പാടിടുന്ന പാട്ടു കേട്ടിട്ടാടണേ നിങ്ങൾ പാടിടുന്ന പാട്ടു കേട്ടിട്ടാടണേ നിങ്ങൾ ഉല്ലാസരായി വന്നിടണം ഈ സദസിങ്കിൽ വീണനാദം കേട്ടു നിങ്ങൾ ദശവിയുണര് വീണനാദം കേട്ടു നിങ്ങൾ ദശവിയുണര് വീണ്ടും നന്മ ചെയ്യുക വേണം സന്തതികൾക്ക് വീണനാദം കേട്ടു നിങ്ങൾ ദശവിയുണര് വീണനാദം കേട്ടു നിങ്ങൾ ദശവിയുണര് വീണ്ടും നന്മ ചെയ്യുക വേണം സന്തതികൾക്ക് വാഴുവതുണ്ടനേകം ഉരകങ്ങൾ ഊഴിയിലെന്നു കാൺമാൻ വാഴുവതുണ്ടനേകം ഉരകങ്ങൾ ഊഴിയിലെന്നു കാൺമാൻ വാഴുവതുണ്ടനേകം ഉരകങ്ങൾ ഊഴിയിലെന്നു കാൺമാൻ വാഴുവതുണ്ടനേകം ഉരകങ്ങൾ ഊഴിയിലെന്നു കാൺമാൻ ആയവർ നാമമിന്നു സ്തുതിക്കുന്നു ഭക്തിയോടിന്നു ഞങ്ങൾ ആയവർ നാമമിന്നു സ്തുതിക്കുന്നു ഭക്തിയോടിന്നു ഞങ്ങൾ ആയതിലും വിളങ്ങും വീണാമൃതമായില്യം പാട്ടുമോതാൽ ആയതിലും വിളങ്ങും വീണാമൃതമായില്യം പാട്ടുമോതാൽ വെട്ടിക്കോടാതിസ്ഥലം വസിക്കുന്നു പിന്നെ മണ്ണാറശാലിൽ വെട്ടിക്കോടാതിസ്ഥലം വസിക്കുന്നു പിന്നെ മണ്ണാറശാലിൽ സൽക്കഥ കേട്ടിവര് വസിക്കുന്നു തൃപ്തിയായെന്നിവിടെ സൽക്കഥ കേട്ടിവര് വസിക്കുന്നു തൃപ്തിയായെന്നിവിടെ വീണയ്ക്കു നാരദനും വിശേഷിച്ചു ബ്രഹ്മങ്കൂടത്തിനുമായി താളത്തിന്റെ മതയാം വിഷ്ണു തുണ താളത്തിനായി നമസ്തേ ആദരാലിക്കതയെ സ്തുതിക്കുമ്പോൾ നാഗരാജൻ തുണയ്ക്ക ആദരാലിക്കതയെ സ്തുതിക്കുമ്പോൾ നാഗയക്ഷി തുണയ്ക്ക മണ്ണിലും വിണ്ണിലുമായി വസിക്കുന്ന ഭന്നകന്മാരു വന്ന് ദാസിച്ചിടുന്നതായ പണമെഴും പാതാളവാസി വന്ന് അഷ്ടി കഴിച്ചിടുവാൻ സ്തുതിച്ചത് വീണതോറ്റം മുഴക്കി അഷ്ടി കഴിച്ചിടുവാൻ സ്തുതിച്ചത് വീണതോറ്റം മുഴക്കി എത്രയും ഭക്തിയോടെ നാഗങ്ങളെ ചിത്തമോദേന വാട്ടി സത്തുരിത്തം ജസിക്കും സർവേശ്വര നിഷ്കളങ്കാതൊഴുന്നേ ആദരാലിക്കതയെ സ്തുതിക്കുമ്പോൾ നാഗരാജൻ തുണയ്ക്കാം ആദരാലിക്കതയെ സ്തുതിക്കുമ്പോൾ നാഗയക്ഷി തുണയ്ക്കാം
മഹാപത്മനാഗവും വൈശുന്നു കറുപ്പാണ് വർണ്ണവും മരുദാസൂനുക്കളാകുന്നു പത്തിയും 800 വീതമുണ്ടെന്നറിഞ്ഞിടണം. മരുദാസൂനുക്കളാകുന്നു പത്തിയും 800 വീതമുണ്ടെന്നറിഞ്ഞിടണം. ചക്രരേഖാകൃതി പോലുള്ള ലക്ഷണം പത്തികൾക്കൊക്കെയും ദാർദേൻ വഴിമണേ. കാകൂട് കാകയും പത്മനാഗവും ശുഭ്രരാകുന്നു വരുണനാമത്തിന്. ദേഹാനിറാമിതു ശുഭ്രമാകുന്നകോ നീകാരപർവ്വതപുത്രി മനോഹരി. കുട്ടികൾ 300 വീതം അവർക്കുണ്ടു സുസ്ഥിതാരേഖ കൊണ്ടേറ്റം മനോഹരം. അഷ്ടനാഗങ്ങൾക്കും 800 വീതമായി വിഷ്ടവം തന്നിൽ ജനിച്ചു നേരായി. പാത്തിക്കവും രതി എന്നിവ കൂടാതെ പാർത്തലം തന്നിൽ നിജജാത തുല്യരായി. പാത്തിടുമ്പോൾ അങ്ങവയ്ക്കു ധനേരായി വേർത്തതോ സൗഖ്യമായി സത്വങ്ങളുണ്ടായി. മുക്കാലമുണ്ടു ഗരുഡൻ നശിപ്പിച്ചു ധിക്കാരം മൂലം മഹാഭാഗ വിക്രമൻ. അപ്പോൾ അനന്തൻ ഭയപ്പെട്ട് വിഷ്ണുതൻ തൃപാദമാശ്രയമായി ഭജിച്ചാനകോ. തക്ഷകേന്ദ്രനെ ബന്ധനം ചെയ്തിട്ടു രക്ഷിതാവാക്കി വസിച്ചു ഗതാഭയം. വാസുകി എന്നുള്ള സർപ്പവും അപ്പോഴേ വാസമാക്കി ശിവസന്നിധി തന്നിലായി. കർക്കാതി 3 മാസങ്ങളിലാകുന്നു സർപ്പിക്ക് ഗർഭമുണ്ടായി വരും എന്നത്. മാസവും 4 തികഞ്ഞു കഴിയുമ്പോൾ ആകാശഹീനയായ സർപ്പികൾക്കൊക്കവേ 7 വേദമായി 3 ദിക്കെങ്കിലങ്ങൂനം വെടിഞ്ഞതാ മുട്ടയിടുന്നകോ. വ്യക്തമായിട്ടൊന്നു ഭീതമായിട്ടൊന്നു മിശ്രമായിട്ടൊന്നതിനുള്ള ലക്ഷണം. ശ്രീലിംഗമാകുന്നു രക്തങ്ങളൊക്കെയും ഭീതങ്ങളായത് പുരുഷ ലക്ഷണം. മിശ്രങ്ങളായിട്ടിരിക്കുന്നതൊക്കെയും വിശ്വരം ആകൃതികൾക്കാണ് മസ്തകം. പിന്നെ ക്രമേണ 15 വത്സരം ചെന്നാലുടൻ മുട്ട പൊട്ടുമാ സംശയം. ദേഹം ചുമന്നും കറുത്ത ശിരസുമായി ഈശാനുകൂലം വെളിയിൽ വരും നേരം തന്നെ മാതാവു തന്നെ മകളെ 3 വൃത്തിച്ചു തിന്നതു ശേഷവും. ശേഷിച്ച 3-1 പുരുഷനും യോഷിച്ചു മറ്റേതു പിന്നെ നമസ്തകം. 7 ദിനങ്ങൾ കഴിഞ്ഞാൽ ഇവ 3 ഊനം വിനാ തുറന്നിടും വിഴികളും. പിന്നെ 5 വാസരം ചെന്നാൽ സ്വബോധവും വന്നിടുമേ അവയ്ക്കെന്നറിഞ്ഞിടണം. അപ്പോഴവകളും സൂര്യനെ നോക്കി ഭജിക്കും മുറയിട്ടു ഭക്തിയോടൊത്തകോ. നാളിക ബന്ധുവാം സൂര്യനെ നോക്കിയിട്ട് കാളകുടത്തെ ധരിക്കുന്നു പിന്നിവ. ഇങ്ങനെ നാളങ്ങി രൂപതു ചെല്ലുമ്പോൾ പല്ലു മുളച്ചിടും 32 കാളികരാളി യമന്റെ വധുവിന് 4 പല്ലിനുമേ പേരുകളാകുന്നു. കൈമുഴം നീളമുണ്ട് 6 മാസം കൊണ്ട് കൈവരും പാമ്പുകൾക്കെന്നറിഞ്ഞിടണം. ആദരാലിക്കതാ ചൊല്ലി സ്തുതിക്കുമ്പോൾ ആനന്ദമുണ്ടാക നാഗരാജാവിനെ.
ചേർത്തു പാലിക്കേണേ ശ്രീയനന്ദ. യാതൊന്നുമുള്ളൊരു വൈര്യം നിനയ്ക്കല്ലേ, യാതൊരു കഷ്ടത നൽകിടല്ലേ, യാതൊരു സർപ്പശാപങ്ങളും യേശാതെ രക്ഷിച്ചു കൊള്ളണേ ശ്രീയനന്ദ. മധ്യകോശങ്ങളും വീണാകുടധ്വനി നാഗസ്തുതിക്കുള്ളുപദേശവും മൂർത്തികൾ മൂപേരനുഗ്രഹിച്ചേകിയ തോർത്തു പാലിക്കേണേ ശ്രീയനന്ദ. നാഗരാജ നമോ, നാഗരാജ നമോ, ശ്രീനാഗരാജ നമോ നമസ്തേ. മധ്യകോശങ്ങളും വീണാകുടധ്വനി നാഗസ്തുതിക്കുള്ളുപദേശവും മൂർത്തികൾ മൂപേരനുഗ്രഹിച്ചേകിയ തോർത്തു പാലിക്കേണേ ശ്രീയനന്ദ. യാതൊന്നുമുള്ളൊരു വൈര്യം നിനയ്ക്കല്ലേ, യാതൊരു കഷ്ടത നൽകിടല്ലേ, യാതൊരു സർപ്പശാപങ്ങളും യേശാതെ രക്ഷിച്ചു കൊള്ളണേ ശ്രീയനന്ദ. ശിക്ഷിച്ചിടല്ലേ നീ രക്ഷിച്ചു കൊള്ളണേ, ഇക്ഷിതിയും കേയും താണ്ടുപോനേ. സാക്ഷാൽ മഹാവിഷ്ണു സേവ്യനാഗമേ ശ്രീനാഗരാജ നമോ നമസ്തേ. നാഗരാജ നമോ, നാഗരാജ നമോ, ശ്രീനാഗരാജ നമോ നമസ്തേ. ദോഷമെല്ലാം ഒഴിഞ്ഞ് ഇന്ന് രക്ഷിക്കണം നാഗരാജാവിനെ